ഇനി ഇവിടെ നോക്കണമെങ്കിൽ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്താണെന്നുള്ളതാണ്. അതായത് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്യുപ്മെൻറ്റിനെ ഒരു എക്യുപ്മെൻറ്റിനെ എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുന്നുള്ളത്. അതായത് ഓട്ടോമാറ്റിക്കലി അതിനെ സ്വമേധയാ വർക്ക് ചെയ്യിപ്പിക്കുക. അതായത് അതിന് വേണ്ടി നമുക്ക് പല ഉപകരണങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്, അതുപോലെ തന്നെ പുതിയ ഇലക്ട്രിക്കൽ സാധനങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ യൂസ് ചെയ്യാവുന്നതാണ് ഈ PLC എന്ന് പറഞ്ഞാൽ. ഓട്ടോമേഷനിൽ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് PLC. അപ്പോൾ ഈ PLC ഇത് ഒമ്രോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ PLC-ആണ്. പല ടൈപ്പ് കമ്പനികളുണ്ട്. ഒമ്രോൺ ഉണ്ട്, സ്നൈഡർ ഉണ്ട്, സിമെൻസ് ഉണ്ട്. സിമെൻസ് ഒക്കെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ലീഡിംഗ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് സിമെൻസ്. സിമെൻസിൻ്റെ സോഫ്റ്റ്വെയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് TIA പോർട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ് യൂസ് ചെയ്യുന്നത്. ഒമ്രോണിൻ്റെ CX പ്രോഗ്രാമർ എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയറാണ്. അപ്പോൾ ഈ പല സോഫ്റ്റ്വെയറുകൾ വരുമ്പോൾ നമ്മൾ ഓട്ടോമേഷനിലേക്ക് വരുമ്പോൾ നമ്മളിതെല്ലാം പഠിക്കണം എന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ പഠിച്ചു കഴിഞ്ഞാലല്ല ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാകും. ലോജിക്ക് ചെയ്യുമായിരുന്നു എല്ലാത്തിൻ്റെയും. പിന്നെ നമ്മളിവിടെ കുറേ ടൈപ്പ് പ്രോഗ്രാമുകളുണ്ട്. അതായത് ഇൻസ്ട്രക്ഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്, പിന്നെ അതുപോലെ തന്നെ ലാഡർ ലാംഗ്വേജ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? സി പ്രോഗ്രാമിങ്ങിൻ്റെ സമയത്ത് കുറേ പല പ്രോഗ്രാമുകളുണ്ട്. അതിനെ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പ്രോഗ്രാമിൻ്റെ സൈഡിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒന്നാണ് ഈ ലാഡർ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്താണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ലാഡർ ചൂസ് ചെയ്യുന്നില്ല? കുറേ ലാംഗ്വേജ് ഇല്ല. നമ്മൾ എന്തുകൊണ്ട് ലാഡർ ചൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ലാഡറാണ് ഏറ്റവും എളുപ്പമുള്ള ലാംഗ്വേജ്. പല PLC തന്നെ വേറെ രീതിയിൽ പല പ്രോഗ്രാമുകൾ ചെയ്യാം, വേറെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പ്രോഗ്രാമുകൾ ചെയ്യാം. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ലാഡർ യൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ലാഡർ ഭയങ്കര എളുപ്പമാണ്. പിന്നെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ഏത് ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ പറഞ്ഞ സോഫ്റ്റ്വെയറുകളുണ്ട്. സോ ഏതെങ്കിലും ഒരു ഇത് പഠിച്ചു കഴിഞ്ഞാൽ അടുത്തേക്ക് കൺവേർട്ട് ചെയ്യാം. പിന്നെ റൺസ് ആൻഡ് റൈറ്റ്സ്, അതായത് ഒരു റെയിൽ പാളം കണ്ടിട്ടില്ലേ? അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലുള്ളത് ഒരെണ്ണം പവർ ഉണ്ടാവും, ഒരെണ്ണം പവറില്ല. അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലാണ്. റെയിൽ പാളം പോലെയല്ല, ഏകദേശം അതുപോലെ തന്നെ. നടുക്ക് നമ്മൾ ആ ലൈൻ വരും, റെയിൽസ് വരുന്നത്. അതിലാണ് നമ്മൾ പ്രോഗ്രാമിൻ്റെ കണ്ടീഷൻസ് ആഡ് ചെയ്യാം. അത് നമ്മൾ ക്ലോസ് സ്വിച്ച് വെക്കണം, അല്ലെങ്കിൽ ഓപ്പൺ സ്വിച്ച് വെക്കണം എന്നുള്ള കണ്ടീഷൻ, ഔട്ട്പുട്ടുകൾ, ഇങ്ങനത്തെ ടൈമറുകൾ, സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം എങ്ങനെയെന്നുള്ളത്. അതിന് ഞാനൊരു ചെറിയൊരു ഇത് കാണിച്ചു തരാം. കണ്ടില്ലേ? ഇതിപ്പോൾ ഞാൻ നിലവിൽ ഇതിനകത്തേക്ക് കണക്ട് ചെയ്തിട്ടേക്കണം. അതായത് ഇതിനകത്ത് പ്രോഗ്രാം ചെയ്യാനായിട്ട് ഇതിനകത്തേക്ക് ഒരു പവർ കൊടുക്കുക. പിന്നെ ഇത് കേബിൾ, പ്രിൻ്ററിൻ്റെ ഒരു ടൈപ്പ് കേബിളാണ്. പല കേബിളുണ്ട്, USB കേബിൾ വെച്ചിട്ട് അതൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം കണ്ട ഈ സൈഡിൽ എപ്പോഴും പവേർഡ് ആയിരിക്കും. ഈ ലൈറ്റ് കാണുമ്പോഴത്തേക്കും ഈ സൈഡ് കണ്ട ഇത് CX പ്രോഗ്രാമർ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയറാണ്. ഈ സോഫ്റ്റ്വെയറിനകത്ത് നമ്മൾ ലാഡർ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ലാംഗ്വേജുകളാണ്. അതായത് ഇപ്പോൾ ഈ രണ്ട് പേരെ വന്നേക്കണ്ട, ഇത് ഓപ്പണാണ്, അതായത് ജസ്റ്റ് ഓപ്പൺ ആയത് അത് ഓപ്പൺ സ്വിച്ച്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് ഇതുപോലെ തന്നെ ഇത് ക്ലോസ് ആയിട്ട് വന്നേക്കണേ, അത് ക്ലോസ് സ്വിച്ച്. ഇത് ജസ്റ്റ് നമുക്ക് ഔട്ട്പുട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോയിലുകൾ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം ഫുള്ള് ചെയ്യുന്നത്. അതായത് നമുക്കൊരു ഇൻഡസ്ട്രിയിൽ വേണ്ട ഒരു എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ട എല്ലാ സംഭവങ്ങളും നമ്മൾ ജസ്റ്റ് ഈ ഒരു NO NC ഔട്ട്പുട്ടുകൾ വെച്ചിട്ടാണ് ചെയ്യണം. പിന്നെ അഡീഷണലി വേണ്ട കുറച്ച് സാധനങ്ങൾ ടൈമർ ബ്ലോക്കുകൾ, ഈ ഇത്രയും. ഇപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു NO കോണ്ടാക്റ്റിൻ്റെ പറഞ്ഞു, NC കോണ്ടാക്ട് പറഞ്ഞു, ഔട്ട്പുട്ടുകൾ പറഞ്ഞു, പിന്നെ ജസ്റ്റ് ഇത്രയും സംഭവങ്ങൾ മാത്രം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലാംഗ്വേജ് പഠിക്കാം. അതാണ് അതിൻ്റെ ഒരു, അതായത് ടാപ്പറിൻ്റെ ഒരു റിലേ ആണ്. ഇതേപോലെ പല ടൈപ്പ് റിലേസ് ഉണ്ട്. ഇതിപ്പോൾ പല ചാനലുകൾ കാര്യങ്ങളെല്ലാം തന്നെ പല റിലേസ് ഉണ്ട്. അപ്പോൾ ഈ റിലേ വയറിങ് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കും. പാനൽ സൈഡിലേക്കൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഈ സംഭവങ്ങളാണ്. ഇതൊരു ജസ്റ്റ് ഒരു പാനലാണെന്ന് വിചാരിക്കും. ഇതൊരു പാനലാണ്. ഈ പാനൽ ഇതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളത് എന്തെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ട്. കുറേ വയർ ഓയിൽസിലേക്ക് പോയിട്ടുണ്ട്, കുറേ ടെർമിനൽ ബ്ലോക്കുകളിലേക്ക് പോയിട്ടുണ്ട്. ഇതല്ലാണ്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ? ഈ ഒരു സ്വിച്ച് വെച്ചിട്ട് ഒരു ലൈറ്റ് യൂസ് ചെയ്യാം. അത് ഇൻഡസ്ട്രിയിൽ നമ്മൾ ഡയറക്റ്റ് കൊടുക്കാം. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ സ്വിച്ച് വെച്ചിട്ട് എനിക്ക് ലൈറ്റ് എടുക്കാം, പവറാണെങ്കിൽ ലൈറ്റ് എടുക്കാം. പക്ഷേ നമ്മൾ ഇൻഡസ്ട്രിയൽ ഒരു ഇതിലേക്ക് വരാം, അതായത് ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരാൻ നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഡയറക്റ്റ് ഒരു എക്യുപ്മെൻറ്റിന് വേറൊരു എക്യുപ്മെൻറ്റിലേക്ക് നമ്മൾ കൊടുക്കാറില്ല. കാരണം ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും ഒരു ഓവർ വോൾട്ടേജ് കാര്യങ്ങളൊന്നും രണ്ട് എക്യുപ്മെൻറ്റ് പോകും. അപ്പോൾ ഓട്ടോമേഷൻ സൈഡിൽ വരാൻ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. നമ്മളൊരു എന്തായാലും പ്രൊട്ടക്റ്റ് നമ്മളിവിടെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ ലൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുത്തേക്കാൻ റിലേ ആണ്. ഈ റിലേ വെച്ചിട്ടാണ് നമ്മൾ ഈ ലൈറ്റിലേക്ക് വർക്കിംഗ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ PLC നമ്മൾ കൊടുത്തേക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്യൂസ് ടെർമിനൽ അല്ലെങ്കിൽ ഒരു ടെർമിനൽ ബ്ലോക്ക് വെച്ചിട്ട് വർക്ക് ചെയ്യാം. ഇപ്പം ഞാൻ വന്നാൽ ഇവിടെ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടല്ലോ 230, അതായത് വരുന്ന പവറില്ലേ, ആ പവർ ഞാൻ എന്ത് ചെയ്തു SMPSലേക്ക് കൊടുത്തു. കാരണം എനിക്ക് PLC വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് 24 വോൾട്ടാണ് വേണ്ടത്. അതായത് ഇതിൻ്റെ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 24 വോൾട്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു SMPSൻ്റെ പ്രവർത്തനം എല്ലാവർക്കും അറിയാലോ. അതായത് ഒരു അത് ക്ലീൻ, അതായത് പ്യൂരിഫൈ ചെയ്യും, അതായത് പ്യുവർ DC ആക്കി മാറ്റി
അങ്ങനെ 24ലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾക്ക് ഇതിന് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതായത് അതിന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് പ്യൂരിഫൈ ചെയ്തിട്ട് റെക്ടിഫൈ ചെയ്ത് തരുന്നത്. അതാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്, SMPSന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യാൻ വേണ്ടത് 24 വോൾട്ടാണ്. ചില PLCകൾ പല ടൈപ്പ് PLCകളുണ്ട്. ഇപ്പോൾ ഇത് ഒമ്രോ എന്ന് പറഞ്ഞ PLC, ഇതിനകത്ത് നമുക്ക് വിത്ത് SMPS ഉണ്ട്, വിത്തൗട്ട് SMPS ഉണ്ട്, പല PLCകൾ. ഈ PLCയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വിത്തൗട്ട് SMPS ആണ്. എല്ലാ PLC വർക്ക് ചെയ്യണത് 24 വോൾട്ടിലായിരിക്കും. പക്ഷെ ചിലതിൽ നമുക്ക് 230 വോൾട്ട് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അതെന്ന് വെച്ചാൽ പറ്റും. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇൻബിൾഡ് ഒരു SMPS ഉണ്ടോ, ഇതിലില്ല. അതുകൊണ്ടാണ് ഞാൻ എക്സ്റ്റേണലി ഒരു SMPS വെച്ചിട്ട് അതിനകത്തേക്ക് പവർ കൊടുത്തേക്കണം. ഓക്കെ, ഏറെക്കുറെ ഇതുവരെ ക്ലിയർ ആണല്ലോ. പിന്നെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ 24 കൊടുത്തു. ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് 24 വോൾട്ടിലാണ് വർക്ക് ചെയ്യാം. ഇത് വർക്ക് ചെയ്യണത് 24 വോൾട്ടിലാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള സ്പെക്കും കാര്യങ്ങളും എല്ലാ സാധനങ്ങളും വർക്ക് ചെയ്യണത് 24 വോൾട്ടിലാണ്. പക്ഷെ നമുക്ക് ഏതൊക്കെ കൊടുക്കാം, 230 കൊടുക്കാം, 24 കൊടുക്കാം. അതതിൻ്റെ സ്പെക്ക് അനുസരിച്ചിട്ട് മാറും. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായാലും 24 ആയിരിക്കും. ഇപ്പോൾ ഈ PLCയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ ഇൻപുട്ട് സൈഡുകളുണ്ട്, കുറേ ഔട്ട്പുട്ട് സൈഡുകളുണ്ട്, ഇല്ലേ? അതായത് ഇൻപുട്ട് സൈഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റിലേ വർക്ക് ചെയ്യണ പോലെ തന്നെ. അതായത് ഇതിനകത്ത് ഒരു പവർ കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് എന്തായാലും ഒരു പ്ലസ് ഒരു മൈനസും ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് പവർ കൊടുക്കണം. അതുകൂടാതെ ഈ പ്ലസ് മൈനസും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്കി പിന്നുകളെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റില്ല. അല്ല, കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞത് കൊണ്ട് മാത്രം നമുക്ക് ഈ പിൻ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതിനകത്തൊരു കോമൺ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഈ പ്ലസ് നിന്ന് മൈനസിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം കോമണിലേക്ക് കൊടുക്കണം. ആ കോമണിലേക്ക് കൊടുത്താൽ മാത്രമേ നമുക്ക് ബാക്കി പിന്നുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഇവിടെ പവർ വരില്ല. ഈ റിലേ വർക്ക് ചെയ്യണ കൺസെപ്റ്റ് എടുത്താൽ നമ്മൾക്ക് അങ്ങനെ തന്നെയാണ്. അതായത് ഈ ഒരു റിലേയുടെ ഒരു ഇതെടുത്തെന്ന് വിചാരിക്കും. ഈ റിലേ വർക്ക് ചെയ്യണത് എങ്ങനെയാണ്? ഇതിനകത്ത് കുറച്ച് പിന്നുകൾ കുറേ കൊടുത്തിട്ടുണ്ട്. ഈ റിലേ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേയിൽ ഒരു പ്ലസും ഒരു മൈനസും കൊടുക്കണം. പവർ അപ്പ് ചെയ്യാനായിട്ട് ഒരു കൊടുക്കണം. അതുകൂടാതെ NO NC കോമൺ 3 സാധനങ്ങളാണ് റിലേയിലുള്ളത്. അതായത് പവർ അപ്പ് ചെയ്തെന്ന് വെച്ചിട്ട് മാത്രം ഈ നമുക്ക് NO അല്ലെങ്കിൽ NC നമുക്ക് പവർ കിട്ടില്ല. കോമണിൽ എന്താണോ കൊടുക്കുന്നത് അതാണ് നമ്മൾക്ക് ഈ NO NC കിട്ടണം. ഇതിൻ്റെ കൺസെപ്റ്റിൽ അതുപോലെ തന്നെ. ഇപ്പം ഞാൻ പുറമെ നിന്ന് ഒരു പ്ലസ് മൈനസും കൊടുക്കുന്നതിന് പകരം ഞാൻ PLC തന്നെ ഇവിടെ ഏതെങ്കിലും പ്ലസോ മൈനസോ ആയിക്കോട്ടെ, അപ്പോൾ അതല്ലേ എനിക്ക് ഇവിടെ നിന്ന് കിട്ടുള്ളൂ. ഈ റിലേ വർക്ക് ചെയ്യണ പോലെ തന്നെ ഈ കോമണിൽ ഞാൻ എന്താണോ കൊടുക്കുന്നത് അതല്ലേ എനിക്ക് കിട്ടുള്ളൂ. അത് ഓക്കെയാണോ? അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇവിടെ കോമണിൽ എന്താണോ കൊടുക്കുന്നത് അതല്ല എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കിട്ടുന്നത്. സോ അതിൻ്റെ ഉള്ളിൽ ഒരു ഇതുണ്ട്. അതായത് റിലേ മറ്റേ ഐസൊലേഷൻ പോലത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് സിങ്കിങ്ങും സോഴ്സിങ്ങും എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. സോഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണോ പവർ സപ്ലൈ വന്നത് ആ സപ്ലൈയിൽ നിന്ന് ഏതിലേക്കാണോ പോകേണ്ടതെന്നുള്ളത്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ കോമണിൽ ഇപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു പ്ലസിൽ നിന്ന് എടുത്തിട്ട് ഞാൻ കോമണിലേക്ക് കൊടുക്കുമെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഞാൻ മൈനസിൽ നിന്ന് എടുത്താണ് കോമണിലേക്ക് കൊടുക്കുന്നത് വിചാരിക്കും. എങ്ങനെ ആയിക്കോട്ടെ, എങ്ങനെ വേണമെങ്കിലും കൊടുക്കുക. അത് നമ്മുടെ വയറിങ് ചെയ്യണം, നമ്മുടെ ആവശ്യമാണ്. ഇപ്പം ഞാൻ ഇതിന് പ്ലസിൽ നിന്ന് എടുത്തിട്ട് ഞാൻ കോമണിലേക്ക് കൊടുക്കും. അപ്പോൾ എനിക്ക് ബാക്കി പിന്നുകളിൽ ഏതേ കൊടുക്കാൻ പറ്റുള്ളൂ, മൈനസേ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം നേരെ ഓപ്പോസിറ്റായി ഔട്ട്പുട്ട് സൈഡിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെയാണ്. അതായത് ഓപ്പോസിറ്റ് ആവില്ല. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് തന്നെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പം ഡയറക്റ്റ് പവർ ഒന്ന് ഞാൻ SMPS ത്രൂ ഞാൻ ഇതിന് പവർ ഉപയോഗിച്ചു. എന്നിട്ട് ഞാൻ ഇതിനകത്ത് ലാഡറിൽ പ്രോഗ്രാം ചെയ്തിരുന്നത്. പ്രോഗ്രാം ചെയ്തിരുന്ന ഞാൻ അതാണ് ഈ പ്രോഗ്രാം ഞാൻ ഇവിടെ കാണിച്ചത്. അതായത് ഇവിടെ ഞാൻ ചെയ്തേക്കണം എന്താ വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പം താഴത്തെ ഇവിടെ ഔട്ട്പുട്ട് കിട്ടും. അതായത് ഇതിപ്പോൾ എൻ്റെ ഇരിക്കണത് ഇതിപ്പോൾ ക്ലോസ്ഡ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് പവർ വന്നുകൊണ്ടിരിക്കുന്നത്. ആ പവർ സ്വാഭാവികമായിട്ട് അത് കടന്നിട്ട് ഇന്ത്യയിലേക്ക് ഔട്ട്പുട്ടിലേക്ക് പോകും. ഇനീഷ്യൽ കണ്ടീഷനിൽ അല്ലേ? അത് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ എന്താ നമ്മളൊരു